അപ്പോൾ നമ്മളിങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സംഘപരിവാർ എന്തിനെയൊക്കെ എതിർത്തിട്ടുണ്ടോ അതിനെയെല്ലാം സംഘപരിവാർ ആരുടെയെല്ലാം പക്ഷത്താണോ അതിനെയെല്ലാം അനുകൂലിക്കുന്ന ആളാണ്. ജനാധിപത്യത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും പക്ഷത്ത് നിൽക്കുന്ന ആളാണ് വേടൻ. അതുകൊണ്ടാണ് അവർ സംഘപരിവാർ വേടനെതിരായിട്ടുള്ള ഈ പ്രത്യക്ഷ ആക്രമണം പലതരത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശശികലയോളം നുണ പറയുന്ന ഭീകരവാദിയായിട്ടുള്ള ഒരു സ്ത്രീ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവരെയാണ് നിങ്ങൾ ടീച്ചർ എന്ന് വിളിച്ചുകൊണ്ട് അവരെയാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ സർവതോമുഖമായിട്ടുള്ള വളർച്ചയുടെ പ്രതീകമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ പ്രത്യക്ഷീകരിക്കുന്നത്. തീവ്ര ദേശീയവാദത്തിൽ പൊതിഞ്ഞ് സംഘപരിവാർ പരത്തുന്നത് കപടദേശവാദമാണ് എന്ന് പറയുന്ന എഴുതുന്ന മതജാതി വാദങ്ങൾ സൃഷ്ടിച്ചിട്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അവരെ മുഴുവൻ അസ്വസ്ഥതയുടെ കൂടാരങ്ങളാക്കി ഈ രാജ്യത്തെ മുഴുവൻ മാറ്റിയിട്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ദേശസഞ്ചാരം നടത്തുന്ന തലവനാണ് നരേന്ദ്രമോദി എന്ന് പ്രത്യക്ഷമായിട്ട് വളരെ തെളിഞ്ഞ വാക്കുകളിൽ വേടനോളം വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ഏത് എഴുത്തുകാരനുണ്ട് കേരളത്തിൽ? ഏത് കവി പാട്ടുകാരനുണ്ട് കേരളത്തിൽ? ആ എഴുത്തുകാരൻ, പാട്ടുകാരൻ, റാപ്പർ വേടൻ അവൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കും. സംഘപരിവാറിൻ്റെ അസ്വസ്ഥതയിൽ യാതൊരു സംശയത്തിൻ്റെ ആനുകൂല്യവും ഇല്ല എന്നുള്ളതാണ്. അവരുടെ അസ്വസ്ഥത നമുക്ക് ന്യായീകരിക്കാവുന്ന അസ്വസ്ഥത തന്നെയാണ്. തീർച്ചയായും.